പ്രണയിക്കാൻ മനസ്സ് മാത്രം പോരെ ബ്രോ, അത് പറയാനുള്ള ധൈര്യം കൂടി വേണം. മനസ്സിന് ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ബ്രോ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്? ഒരു പെണ്ണെ അവളുടെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറഞ്ഞില്ലെങ്കിലേ അതിന് 100 കാരണങ്ങളുണ്ടാവും. പക്ഷെ ഒരു ആണൊരുത്തം തുറന്നു പറഞ്ഞില്ലെങ്കിലേ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അവന് തൻ്റെ ഇടമില്ലെന്ന്. കല്യാണിയോടുള്ള പ്രേമം സ്വന്തം അമ്മയോട് പറയാനുള്ള ധൈര്യം ഇനിയും നീ കാണിച്ചില്ലെങ്കിൽ കല്യാണി ആ ചന്ദ്രനെ കെട്ടി മുംബൈക്ക് ഇങ്ങ് പോകും, അത് ഉറപ്പാ. ഞാൻ ഈ കളി വിട്ടു. എനിക്ക് വയ്യ ഇവനെ പോലെയുള്ളൊരു ഭീരുവിന്റെ പ്രേമത്തിന് കൂട്ടു നിൽക്കാൻ. ബ്രോ, ജീവിതത്തിൽ ഒരാളെങ്കിലും പ്രണയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ മനസ്സുകൊണ്ട് പ്രണയിച്ചത് കിട്ടാതെ പോയാലേ അതെന്നൊരു തീരാവേദനയായിട്ട് ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്തെ ബ്രോ എന്ത് പറഞ്ഞിട്ടാ വന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ? എന്നിട്ടെന്താ വരുന്ന വഴിക്ക് ആ ധൈര്യം അങ്ങ് ചോർന്നു പോയത്? ഏതായാലും ഇന്നൊരു കാര്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റി, എല്ലാ കാര്യത്തിലും ബ്രോ എൻ്റെ ഒരു റോൾ മോഡലാണ്. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് ബ്രോയുടെ സഹതാപം മാത്രമേ ഉള്ളൂ. ഐ പിറ്റി യു ബ്രോ, ഐ എം സോറി. മതി വിചാരണ. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണല്ലോ നിന്റെയൊക്കെ സംസാരം കേട്ട. ഞാൻ അമ്മയോട് അങ്ങനെ പറയാനുള്ള സാഹചര്യം അറിയോ നിങ്ങൾക്ക്? ഇല്ല. അതറിയാതെ ഇങ്ങനെ സംസാരിക്കരുത്. ഞാൻ കല്യാണി ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ വേണ്ടി തന്നെയാ ഈ വീട്ടിലേക്ക് വന്നത്. പക്ഷെ എന്റെ പിന്നാലെ കല്യാണി ഇവിടെ എത്തിയിരുന്നു. വലിയ കുഞ്ഞു മേഡത്തോട് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതിന്റെ അടുത്ത നിമിഷം ഞാൻ ഈ വീട് വിട്ടിറങ്ങും, എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ. എന്റെ ജീവനാണോ വലുത് അതോ വലിയുഞ്ഞിന്റെ പ്രണയമാണോ വലുതെന്ന് ഇനി വലിയുഞ്ഞിന് തീരുമാനിക്കാം, ഇപ്പൊ ഇവിടെ വെച്ച്. കല്യാണി അറുത്ത് മുറിച്ച് അങ്ങനെ പറയുമ്പോ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും അമ്മയോട് കല്യാണി എനിക്ക് ഇഷ്ടമാണെന്ന്? പറയടാ, പറയാൻ. ഓരോന്ന് ആലോചിക്കുമ്പോ എന്റെ തലയ്ക്കുള്ളിൽ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുക. കല്യാണിയുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതൊരു കാമുകന്റെ സ്ഥാനമാണെന്ന് എനിക്കിപ്പോ സംശയം തോന്നുന്നു. ആദ്യം അത് കണ്ടെത്താതെ കല്യാണിയോട് എനിക്ക് പ്രണയമാണെന്ന് ഞാൻ എങ്ങനെ അമ്മയോട് പറയും? അഥവാ പറഞ്ഞിട്ട് അമ്മയുടെ മുന്നിൽ അവൾ അത് പാടെ നിഷേധിച്ച ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എല്ലാം കൂടെ ആലോചിക്കുമ്പോ തലയ്ക്ക് ഭ്രാന്ത് കയറി എനിക്കിപ്പോ. ബ്രോ, ഓക്കെ, മനസ്സിലായി. നൗ യു റിലാക്സ്. ഓക്കെ, ബ്രോയുടെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കണ്ടെത്തി തരും. പക്ഷേ ഒരു കണ്ടീഷൻ. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ എന്ത് പറയുന്നോ അതുപോലെ വേണം ബ്രോ കേൾക്കാൻ. എന്ന് പറഞ്ഞ നീ എന്ത് ചെയ്യാൻ പോകുന്നു? അതെനിക്ക് വിട്ടുതന്നേക്ക്. കല്യാണിയുടെ മനസ്സിൽ ബ്രോയോട് പ്രണയമുണ്ടോന്നറിയാൻ ഒരു ചെറിയ പരീക്ഷണം നടത്തിക്കളയാം. ബൈ എന്തിരുന്നാലും ഞാൻ ബ്രോയുടെ അനിയനൊക്കെ ആയിരിക്കാം. പക്ഷേ ഇനി കുറച്ചു ദിവസം ഞാനായിരിക്കും ബ്രോയുടെ ഗുരു. ഇക്കാര്യത്തിൽ ഞാനാണ് പൊളിയാണ് ബ്രോ. കല്യാണിക്ക് പണി പാലും വെള്ളത്തിൽ കൊടുക്കും ഞാൻ. ഇനി എന്റെ കളിയാ തൃച്ചംബരത്ത് അരവിന്ദ് കൃഷ്ണന്റെ കളി. ശബരി ബ്രോ കം. ജസ്റ്റ് മിനിറ്റ്, ഞാൻ ഇപ്പോൾ കൊടുക്കാം. ബ്രോ
ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ വന്ന് ഓ നിൽക്കുകയാണല്ലേ? സ്വിച്ച് ഓഫ് ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ കാര്യം? കാര്യമൊന്നുമില്ല. ശബരി ബ്രോ പറഞ്ഞു നീ ഫോണൊന്ന് ബ്രോക്ക് കൊണ്ടേ കൊടുക്ക. നിങ്ങളുടെ ചങ്ക് സുബ്രഹ്മണ്യ സ്വാമിയാ. സുബ്രഹ്മണ്യ സ്വാമിയോ? അവനെന്താ ഇപ്പൊ അത്യാവശ്യം? അത്യാവശ്യമൊന്നുമില്ല. കക്ഷി ട്രാൻസ്ഫർ ആയിട്ട് നാട്ടിലേക്ക് വരിക. ഇതാ പിടിക്ക്. ഹലോ മച്ചു, ഞാനാ സുബ്രു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആ എന്ത് വിശേഷം? ഇവിടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അത് എന്നെ വിശേഷം. നിനക്കെന്താ ട്രാൻസ്ഫർ ആണോ ഇങ്ങോട്ട്? യെസ്, കുറെ നാളായിട്ട് ട്രൈ ചെയ്യുന്നതാ, ഇപ്പോഴേ കിട്ടിയോളൂ. ആ നാളെ രാവിലെ ഞാൻ നാട്ടിലെത്തും. സന്തോഷം. എന്ന് പറഞ്ഞാ ഇനി എന്നെ ശബരിയും കിടത്തി ഉറക്കില്ല എന്നർത്ഥം. ദേ ഞാനിപ്പോ ബിയറടിയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ പറഞ്ഞില്ലെന്ന് വേണ്ട. അതിന് നീ ഇപ്പൊ മദ്യത്തെക്കാൾ വലിയ ലഹരിയിലാണല്ലോ. ദിവ്യ പ്രേമം. ശബരി പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ള കാമുക. നാളെ രാവിലെ ഞാൻ എത്തും നിന്റെ പ്രേമം പൊളിച്ചെടുക്കാൻ. അതിന് പൊളിക്കാനൊന്നുമില്ല, ആകെ കൊളായിട്ട് കിടക്കുക. എന്തു പറ്റി മച്ചു? നീ ആകെ ഡെസ്പാണല്ലോ. ശബരിയും പറഞ്ഞു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന്. എന്താ മച്ചു? അല്ല, ആന്റിയുടെ കലിപ്പ് ഇതുവരെ അടങ്ങിയില്ലല്ലേ? ശബരിയല്ല എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞു തന്നത്. അവനോട് എന്നെ ചോദിച്ചാൽ മതി. നാളെ നീ കാണാൻ വരുമ്പോ നേരിട്ടാണ് സംസാരിക്കാം. ഓക്കെ? ആ സുബണ്ണ, പിന്നെന്തുണ്ട് വിശേഷം? അവിടെ നിന്റെ ബ്രോ ആകെ ഡെസ്പാണല്ലോ. എന്ത് പറ്റി അവന്? ദേ, നിങ്ങളെല്ലാരും കൂടി അവനെ വട്ട് കളിപ്പിക്കരുത് കേട്ടോ. കക്ഷി ഓവർ സെൻസിറ്റീവ് ആണ്. അങ്ങനെയൊന്നുമില്ല സുബണ്ണ. ഞാനും ശബരി ബ്രോയും കൂടെ ബ്രോയുടെ പ്രണയം വിജയിപ്പിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ ഒരു ടെൻഷനാ ബ്രോയ്ക്ക്. ഓഹോ, ശരി ശരി. ശബരി പറഞ്ഞ് ഞാൻ അറിഞ്ഞു അവിടെ നടക്കുന്ന നാടകങ്ങളൊക്കെ. ഏതായാലും നാളെ കാണാം. ഓക്കെ? ഓക്കെ സുബണ്ണ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. തല്ലി കൊന്നാലും ചാകില്ല ആ നശിച്ചവള്. അതെങ്ങനെയാ? ഭൂലോക രമ്പയല്ലേ. അവളൊന്ന് തളർന്നു വീണാ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോടാൻ ഓരോരുത്തന്മാര് ക്യൂ നിൽക്കുക. അതൊന്ന് പറഞ്ഞു പോയാ നമുക്ക് അടിയും. ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാ നമ്മൾ ചെയ്യുന്ന തെറ്റ്. ഇനിയത് വേണ്ട, അത്ര തന്നെ. എന്നാലും എന്തടിയായി അടിച്ചത്? ആ അഖിലയുടെ കയ്യില് എല്ലല്ല ഇരുമ്പാണെന്നാ തോന്നുന്നത്. ആന്റി എന്താ കവളും തലോടി ഇവിടെ വന്നിരിക്കുന്നത്? ഓ, നല്ല വേദന ഉണ്ടായിരിക്കും അല്ലേ? അല്ല ആന്റി, ചെവിയില് ചെറിയ മൂളല് പോലെ വല്ലതും കേൾക്കുന്നുണ്ടോ? ഈ വണ്ടുകളെല്ലാം കൂട്ടമായിട്ട് വന്നിട്ടേ ഇറുന്ന് മൂളും പോലെ. ഓ, എനിക്കിത് എങ്ങനെ അറിയാനായിരിക്കും അല്ലേ ആന്റി ആലോചിക്കുന്നത്? അതെ, പണ്ട് അഖിലാന്റിയുടെ കയ്യിൽ നിന്ന് എനിക്കൊന്ന് കിട്ടിയപ്പോഴും ഇതുപോലെ ആയിരുന്നു. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. സാരമില്ല ആന്റി, എല്ലാം അങ്ങ് മാറും. കുറച്ചു ദിവസം പിടിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലെന്നാണല്ലോ തോന്നുന്നത്. അപ്പൊ ഇതത് തന്നെ, ചെവിക്കല്ല് പൊട്ടി. ഇനി ഒരു 5-6 ദിവസമെങ്കിലും എടുക്കും പഴയ സ്ഥിതിയിലെത്താൻ. അതുവരെ എല്ലാം സ്വാഹയാ. അല്ല ആന്റി, ഞാൻ പാടുന്നത് കേൾക്കുന്നുണ്ടോ? തേരി മേരി തേരി മേരി തേരി മേരി കഹാനി. എടി, ഒന്നാമതേ ഞാൻ അടിമുടി വെറുച്ച് നിൽക്കുക ഇവിടെ. അതിനിടെ നീ ഒരുമാതിരി മറ്റേ പരിപാടി കാണിച്ചാലുണ്ടല്ലോ. അപ്പൊ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അല്ലേ? സന്തോഷം. എന്നാലും ആന്റി, ആ കല്യാണിയുടെ കാര്യം ഞാൻ ആലോചിക്കുന്നത്. വിഷം കുടിച്ചിട്ട് പോലും അവള് ചത്തില്ലെന്ന് വെച്ചാ ഇനി നമ്മൾ എങ്ങനെ അവളെ കൊല്ലും? വിഷത്തിൽ വരെ മായമാണെന്നാ തോന്നുന്നത്. എടി, ഇത് സമയത്തിന്റെയാ. ഇപ്പൊ അവൾക്ക് നല്ല ബെസ്റ്റ് സമയാണെന്നാ തോന്നുന്നേ. അതാ ഇങ്ങനെ ആയുസ് നീട്ടി കിട്ടിയത്. അല്ലെങ്കിൽ പിന്നെ അവള് അത് കറക്റ്റ്. ആന്റിജി ഇപ്പൊ പറഞ്ഞത് അതിന്റെ ഒരു ശരി. കല്യാണിക്ക് ഇപ്പൊ നല്ല സമയ.
ആന്റിജിക്ക് ഗുളികന്നു. താമസിയാതെ അതിന്റെ ഫലം കിട്ടിക്കോളും. ഗുളികന്റെ ഫലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഞാൻ ആ ഡയറിയുടെ കാര്യം വന്നപ്പോഴേ നിങ്ങളോട് പറഞ്ഞതാ, കല്യാണി എനിക്ക് വേണം, കല്യാണിന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. എന്നിട്ടോ നിങ്ങൾ രണ്ടുപേരും കൂടി കല്യാണിയെ ഞാൻ അറിയാതെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി. അത് മോശമായി പോയി. ബഹുത്ത് ബഡി ബുരി ബാത്. മോശം കാണിച്ചാലേ ഈ ചന്ദ്രൻ മോശാവെന്ന് ആന്റി മറന്നു. ദേഷ്യപ്പെടല്ലേ ചന്ദ്രേട്ടാ. ഞങ്ങള് ചന്ദ്രേട്ടനും അവളും തമ്മിലുള്ള കല്യാണം മുടങ്ങിയാലോ എന്ന് വിചാരിച്ചല്ലേ അങ്ങനെ ഒരു സാഹസം കാണിച്ചത്. അതല്ലായിരുന്നെങ്കി നീ എന്റെ കൈവാക്കിന്ന് മാറി നിൽക്ക്. വെറുതെ നീ കൂടെ വരണ വാങ്ങിച്ചു കൂട്ടണ്ട. എന്റെ കല്യാണം മുടങ്ങാതിരിക്കാൻ കല്യാണപ്പെണ്ണിനെ കൊല്ലുന്നതാണോ ഈ പരിഹാരം? ചന്ദ്ര, അതിന് കാരണമുണ്ട്. അവള് വ്രതം പൂർത്തിയാക്കി ആനന്ദിന് ഭർത്താവായി വേണമെന്ന വരം ചോദിക്കുമെന്ന് കരുതിയാ ഞങ്ങള് പാലില് വിഷം കലർത്തി കൊടുത്തത്. നിനക്ക് കിട്ടാത്തവളെ ആനന്ദിനും കിട്ടരുതെന്ന് കരുതി. അപ്പൊ ഞാൻ അറിഞ്ഞില്ലല്ലോ ചന്ദ്ര, അവള് നിനക്ക് അനുകൂലമായിട്ടൊരു വരമാ ചോദിക്കാൻ പോകുന്നേന്ന്. വേണ്ട വേണ്ട, നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാലും കല്യാണി എനിക്കുള്ളതാ. ഞാൻ സ്വന്തമാക്കാൻ പോകുന്ന പെണ്ണ്. ഇനി മേലാൽ അവളുടെ മേൽ ഒരു പൊടി മണ്ണ് വാരിയിടാൻ നോക്കിയ അറിയാലോ ചന്ദ്രനെ. ആന്റിയാണോ കുഞ്ഞമ്മയാണോ ഒലക്കട മൂടാണോ എന്ന് ഞാൻ നോക്കില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം. അടങ്ങ് ചന്ദ്ര, അടങ്ങ്. നിന്റെ വികാരമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. അവൾ ആ ആനന്ദിനെ വേണോന്ന് പറയുന്ന കരുതിയിട്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയത്. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും ഞാൻ നിന്നെ ഇവിടെ വരുത്തിയത് നിന്നെ കൊണ്ട് അവളെ കെട്ടിച്ച് മുംബൈയിലേക്ക് പറഞ്ഞയക്കാൻ തന്നെയാ. അത് നീ മറക്കരുത്. അത് മതി, അതാണ് ബുദ്ധി. നിങ്ങൾ അയച്ചെന്ന കല്യാണ ഫോട്ടോ കണ്ടിട്ട് അടുത്ത തീവണ്ടി ആഫീസിൽ നിന്ന് കള്ളവണ്ടി കയറിയവനാ ഞാൻ. നേരിട്ട് വന്ന് കണ്ടപ്പോ തന്നെ എനിക്ക് അവളെ നന്നായി ബോധിക്കുകയും ചെയ്തു. അതുകൊണ്ടാ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. തീരുമാനിച്ച ചന്ദ്രൻ നടത്തും. അതിനിടയിൽ ഇത്തരത്തിലുള്ള ചീപ്പ് പരിപാടികളായിട്ട് ഇനിയും വന്നേക്കരുത്. ഇത് രണ്ടുപേർക്കുള്ള മുന്നറിയിപ്പാ. എപ്പോഴും ഇത് ഉണ്ടാവണമെന്നില്ല. ഓർത്താ നന്ന്. ഇതെന്താ ആന്റി, ഇവനും ആ കല്യാണിയിൽ മയങ്ങിപ്പോയ ലക്ഷണമാണല്ലോ. തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണൻ മയങ്ങി, പിന്നെയാ ഈ 7-ാം കൂലി. സാരമില്ല, അവനെ ഇവിടെ വരുത്തിയത് ഞാനാണെങ്കിൽ വക വരുത്താനും വിലാസിനിയുടെ കയ്യിലൊരു പ്ലാൻ കാണും. അതവനെ അറിയാത്തോണ്ടാ. വരട്ടെ, നമുക്ക് കാണാം ഈ വിലാസിനി ഇനി എന്താ ചെയ്യാൻ പോകുന്നേന്ന്. കല്യാണി, അച്ഛാ, നീ എന്താ ഇങ്ങനെ വിളമ്പാൻ മാത്രം ഇരിക്കുന്നേ? നീ കൂടി കഴിക്ക്. എല്ലാ ടെൻഷനും തലേന്ന് പോയതുകൊണ്ടാവും നല്ല വിശപ്പ്. വാസ്തവത്തിൽ നീ സത്യപ്രമാണം വെറുതെ എടുത്തപ്പോ മാഡത്തിന് സങ്കടം ഉണ്ടാക്കുന്ന എന്തെങ്കിലും വരം ചോദിക്കാനാണ് ഞാൻ കരുതിയത്. അതിൻ്റെ ഒരു ദേഷ്യത്തില് പാവി അനികൂട്ടനെ വരെ മുറിയിലിട്ട് പൂട്ടി. സോറി കേട്ടോ മോനെ. സാരമില്ല, ഞാനത് അപ്പോഴേ മറന്നതാ. ശരിയാ, മക്കളെല്ലാം പെട്ടെന്ന് മറക്കും. മാതാപിതാക്കളുടെ മനസ്സിലാ
ചിലതെല്ലാം നെരിപ്പോട് പോലെ നീറി നീറി കിടക്കണ. ശരിയല്ലല്ലോ നമുക്ക് തോന്നുന്ന പലതും മക്കൾ ചെയ്യുമ്പോൾ അത് ഓരോ കനൽക്കട്ടയാ ഉള്ളിലേക്ക് ഇടുന്നത്. മാഡത്തോട് നീ വരം ചോദിക്കുന്ന നിമിഷം വരെ അച്ഛൻ്റെ ഉള്ളിലും പലതും കത്തിപ്പടരുകയാണ്. അത് മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തതുകൊണ്ടാ. ആ ഏതിനത് പോട്ടെ. 3 ദിവസം പച്ചവെള്ളം പോലും കുടിക്കാതെ പട്ടിണിയായിരുന്നില്ല നീ. ഇന്ന് അച്ഛൻ വാരിത്തരാം, എന്റെ മോള് കഴിക്ക്. നീ പണം കണ്ട നിനക്കും തരാം, പോരെ? എത്ര നാളായി എന്റെ മക്കൾക്ക് ഇങ്ങനെ വാരി തന്നിട്ട്. എന്നാ കഴിക്കേ. മതി അച്ഛ, ഇനി അച്ഛൻ കഴിക്കേ. അച്ഛന് വയറ് നിറഞ്ഞു മക്കളെ. അച്ഛനിന്ന് ഇരട്ടി സന്തോഷമുള്ള ദിവസാ. എന്താണെന്നറിയോ, ഇന്ന് എന്റെ മോള് ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം തന്നെ നടത്തി തരണമെന്ന് വരം ചോദിച്ചില്ലേ, അതാ. രണ്ടാമത്തെ കാര്യം, വലിയ കുഞ്ഞിനോട് കല്യാണി ഇഷ്ടമാണോ എന്ന് അഖില മേഡം ചോദിച്ചപ്പോ അങ്ങനെയൊന്നുമില്ല, അമ്മയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ. സത്യം പറഞ്ഞ 100ക്ക് 100 ചേർത്ത് അച്ഛന്റെ മനസ്സ് നിറഞ്ഞു. ഇനി എന്റെ മോളുടെ കല്യാണം ഒരു തടസ്സവും കൂടാതെ നടക്കുന്ന അച്ഛന് തീർച്ചയാ. നിങ്ങൾ കഴിക്കേ. നീ എന്താ സൂക്ഷിച്ചു നോക്കണേ? ഏയ് ഒന്നുമില്ല. അച്ഛന്റെ മുഖത്തുള്ള സന്തോഷം ചേച്ചിയുടെ മുഖത്തും ഉണ്ടോന്ന് നോക്കിയതാ. എനിക്കറിയാം വല്യുങ്ങിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച ചേച്ചിയാണെന്ന്. വല്യുങ്ങിന് ചേച്ചിയെ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ ചേച്ചിക്ക്? ചേച്ചി വ്രതം ഇരുന്ന 3 ദിവസം വല്യുങ്ങി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ പട്ടിണി കിടക്കായിരുന്നു അവിടെ. അറിയോ ചേച്ചിക്ക്? നീ സത്യമാണോ പറയണേ? വല്യുഞ്ഞ് 3 ദിവസം പട്ടിണി കിടന്നോ? അതെ, വല്യുഞ്ഞ് അവിടെ ബോധം കെട്ട് വീണിട്ട് ഡോക്ടർ വരെ വന്നിട്ടാ പോയത്. ചേച്ചി പുറത്ത് വ്രതം ഇരുന്നപ്പോ വല്യുഞ്ഞ് വീട്ടിനകത്ത് ആരും അറിയാതെ വ്രതം ഇരിക്കുകയായിരുന്നു. ആ മനസ്സ് എന്റെ ചേച്ചിക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയി. അതാ കഷ്ടം. പട്ടിണി കിടന്ന ചേച്ചിക്ക് അച്ഛൻ വാരിത്തന്നപ്പോ മനസ്സും വയറുമൊക്കെ നിറഞ്ഞു കാണുമല്ലേ. പക്ഷെ വല്യുഞ്ഞ് ഏതായാലും ഇന്നൊന്നും കഴിച്ചു കാണില്ല. ചേച്ചി കഴിക്കേ, വയറ് നിറച്ചു കഴിക്കേ. അച്ഛനെ പോലെ 100ക്ക് 100 സന്തോഷം വരട്ടെ, അതല്ലേ ആവശ്യം. സ്വഭാവം എപ്പോഴും ഒരേപോലെ ഇരിക്കണമെന്നില്ല. മനസ്സിലാക്കിയ നിങ്ങൾക്ക് കൊള്ളാം. ചന്ദ്ര, നീ ഒന്ന് പതുക്കെ പറ. ചന്ദ്രേട്ടാ, ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്കേ. വെറുതെ കിടന്ന് അലറരുതേ. എടാ ചന്ദ്ര, നീ എന്തിനാ ഇങ്ങനെ വയലന്റ് ആവുന്നത്? നമുക്കെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ ഇത്ര ബുദ്ധിമുട്ട് നിനക്ക് വിശ്വസിക്കാൻ? ഏതായാലും കല്യാണിക്ക് ഇതുവരെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ, അതുപോലെ ചന്ദ്രേട്ടനെ ആശ്വസിക്കാൻ. ഇനിയെങ്കിലും ഇങ്ങനെ ഓരോന്നെടുത്ത് എറിയരുത്. നോക്ക്, നിന്റെയും കല്യാണിയുടെയും ശാദി ഉറപ്പായിട്ട് ഈ ആന്റി നടത്തി തരും. അത് വാക്കാ. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? സത്യപ്രമാണ വ്രതം ഇരുന്ന് കല്യാണി വരം വാങ്ങിയതല്ലേ ഈ കല്യാണം നടക്കണമെന്ന്.
ഇനി ആ ദൈവം തമ്പുരാൻ വിചാരിച്ച പോലെ ഇത് മുടങ്ങാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം നീ എനിക്ക് ഉറപ്പു തരണം. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് മുംബൈയിലേക്ക് പോയാ പിന്നെ കല്യാണിയെ ഒരു കാരണവശാലെ ഈ തൃച്ചംബരത്ത് തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നേക്കരുത്. അതെനിക്ക് ഉറപ്പ് കിട്ടിയേ പറ്റൂ. അത് ഞാൻ ഏറ്റുവേണ്ടി. കല്യാണിയെ മുംബൈക്ക് കൊണ്ടുപോയാ പിന്നെ ആന്റിജിക്ക് കല്യാണിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതാ സിറ്റുവേഷൻ. എന്ന് പറഞ്ഞ അതല്ല ആന്റി, ആന്റിജി പറഞ്ഞ പോലെ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞതാ. ആ അത്രേ ഉള്ളോ? ഓ, ഞാൻ വേറെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു പോയി. എന്നാ ആന്റിക്ക് ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ചന്ദ്രേട്ടൻ പൊന്നു പോലത്തെ ചേട്ടനാ. നമ്മൾ പറയുന്ന പോലെ ചെയ്യൂ. ചന്ദ്രേട്ടാ, ഇതൊന്ന് കഴിച്ചു നോക്കിയേ, നല്ല ടേസ്റ്റാ.